ഹായ് ഡിയർ, വെൽക്കം ടു സഹറ മീഡിയ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി മിക്സ്ചറാണ്. ഇപ്പോൾ ഈ മഴയത്ത് നല്ല ചൂട് കട്ടൻ ചായയിലേക്ക് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടലപ്പൊടി, വറുത്ത് പൊടിച്ച അരിപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ ഇത് കായപ്പൊടിയാണ്, കടയിൽ നമുക്ക് ചോദിച്ചാൽ കിട്ടും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ഞാനിവിടെ ഈസ്റ്റേൻ്റെ കാശ്മീരി മുളക് പൊടി ഇതിനായിട്ട് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ കളർ കിട്ടാൻ വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ഇടുന്നത്. അപ്പോൾ ഈ കടലപ്പൊടി നമുക്ക് നല്ലൊരു വിസ്താരമുള്ളൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. കടലപ്പൊടി ഞാൻ കുറച്ച് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് ഞാനിവിടെ മാറ്റി വെക്കുന്നത് നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ അരിപ്പൊടി ഞാൻ എടുത്തു വെച്ചിരുന്ന ഒരു 3/4 ഭാഗം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്ക് ആഡ് ചെയ്യണം മഞ്ഞൾ ഒരു 2 ടീസ്പൂൺ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി അതുപോലെ മഞ്ഞളുടെ അതുപോലെ തന്നെ 2 ടീസ്പൂൺ നമുക്ക് എരിവിനനുസരിച്ച് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മുളക് പൊടി പിന്നെ വേണമെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് എല്ലാവരുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കളറിന് വേണ്ടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നല്ലോണം കുഴച്ച് നല്ലൊരു സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പം ഞാനിവിടെ നല്ല പരുവത്തിൽ നല്ല സോഫ്റ്റ് രൂപത്തിൽ ഇപ്പോൾ കൈകൊണ്ട് തൊട്ട് ഞാൻ പണിവ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുഴച്ച് വെച്ചു. പിന്നെ അതിലേക്ക് നമുക്ക് നിലക്കടല കുറച്ച് ഞാനിവിടെ തൊലി കളഞ്ഞെടുത്ത് വെച്ചു. പിന്നെ വെളുത്തുള്ളിയുടെ അല്ലി ഞാൻ തൊലി കളയാതെ എടുത്തു വെച്ചു. പിന്നെ നമ്മുടെ കറുത്ത കടല, കറി വെക്കുന്ന കറുത്ത കടല, കറിവേപ്പില ഒരു 2 തണ്ട് ഞാനിവിടെ ഇല മാത്രം ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ബൂന്തി ആ സമയത്ത് നമുക്ക് നമ്മുടെ ബൂന്തി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അത് ഞാനിവിടെ ആദ്യം എടുത്തു വെച്ച കടലപ്പൊടി, വറുത്ത് പൊടിച്ച അരിപ്പൊടി, കുറച്ച് കായപ്പൊടി എല്ലാം കൂടെ നമുക്ക് ഒന്നിട്ട് മിക്സാക്കി എടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ഇട ചെയ്യാനുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാമാണ്. അപ്പോൾ മുളകും ഞാൻ ഇതുപോലെ തന്നെ 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. അത് കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടിയാണ് 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തത്. നമുക്കിതിലേക്ക് കളറിന് കുറച്ച് മഞ്ഞളും കൂടെ ആഡ് ചെയ്യണം. മഞ്ഞളും ഞാൻ അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കളറിന് വേണ്ടി നമുക്കൊരു കാശ്മീരി മുളക് പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി, കാരണം ബൂന്തിക്ക് കുറച്ച് മസാല മതി. അപ്പം നല്ലോണം ഒന്ന് വെള്ളം പാകത്തിൽ ഒഴിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. മാവ് നമുക്ക് അധികം വെള്ളമാവാനും പാടില്ല, അധികം കുറുകാനും പാടില്ലാത്തൊരവസ്ഥയിൽ നല്ല രീതിയിൽ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. ഞാൻ ബൂന്തി ശരിയാവില്ല. അപ്പോൾ ഈ നമുക്ക് നമ്മുടെ കറുത്ത കടല ഞാനിവിടെ വറുത്ത് പിന്നെ പീസാക്കി എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പം അതുകൊണ്ട് വേറെ വാങ്ങിയിട്ടില്ല. ഇവിടെ കറുത്ത കടല ഉള്ളപ്പോൾ വേറെ വാങ്ങിയിട്ടില്ല. നമ്മുടെ ഒരു പഴയ ചട്ടി ഞാനിവിടെ ഗ്യാസിൽ വെച്ചത്, ഞാൻ കടല വറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചട്ടിയാണ്. അപ്പം അതിലേക്ക് ആദ്യം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത്, പൊടിയുപ്പാണ്, പൊടിയുപ്പ് തന്നെ ആഡ് ചെയ്യണം. എന്നാലും നമുക്കത് നമ്മുടെ ഒരു തവിയിലെടുത്ത് അരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഉപ്പ് നല്ലോണം ചൂടായി വന്നതിന് ശേഷം നമ്മുടെ കടല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടാനാണ് ഉപ്പ് നല്ല ചൂടായതിന് ശേഷം ഇടണമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് തൊലി കളയണം. പിന്നെ വറുത്ത് ചെയ്തതിന് ശേഷം ഇപ്പോൾ വറവായി ഏകദേശം നിങ്ങൾ കാണുന്നുണ്ടാവാം. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ പിന്നെ ഇതിനുള്ള മിക്സറിനുള്ള കൂട്ട് ഞാനിവിടെ സേവനായിലേക്ക് മാറ്റി ഇവിടെ അടച്ച് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറെ ഉള്ളതൊക്കെ ആകുമ്പോഴേക്കും ഇതിവിടെ റെഡിയായി കിട്ടും. അപ്പോൾ സേവനായി എന്ന് പറയുമ്പോൾ നമ്മൾ നൂലപ്പം ഉണ്ടാക്കുന്ന അച്ചാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിവിടെ ഞാൻ ജസ്റ്റ് റെഡിയാക്കി വെച്ചു. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഞാൻ ഗ്യാസിൽ വെച്ചു. കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ വെളുത്തുള്ളിയുടെ അല്ലിയാണ്. അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 4 അല്ലി വറ്റൽമുളക്,
വറ്റൽമുളക് ഇട്ടാൽ ഒരു നല്ല ടേസ്റ്റുമാണ്, കാണാനൊരു ഭംഗിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഈ മിക്സറൊന്നും അതിലൊക്കെ നമ്മൾ കടിക്കാം, ചില മിക്സറിലൊക്കെ കടിക്കുന്നു കാണല്ലോ. അപ്പം അങ്ങനെ ഉള്ളവർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ പിന്നെ ഒന്ന് വാടി നമ്മളിവിടെ കോരി മാറ്റിയെടുത്തു. നമുക്ക് നമ്മുടെ നിലക്കടലയാണ്, അത് ഞാൻ ആ എണ്ണയിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ചെറിയ കറുത്ത കടലയും ഞാൻ അത് കുറച്ച് മാത്രമേ ഞാൻ ആഡ് ചെയ്തു, കാരണം എൻ്റെ മക്കൾക്ക് ആ കടല കൂടുതൽ ഇഷ്ടമായി മിക്സറിൽ കാണുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി വറുത്തത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അവർക്ക് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇനി നമുക്ക് കടല കൂടെ ഒന്ന് ഒരു 5 മിനിറ്റ് ഗ്യാസിൽ വെച്ച് സിമ്മിലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഓവറാവരുത്, ഓവറായി കഴിഞ്ഞാൽ കഴിക്കും. അപ്പം ഇനി നമുക്ക് നമ്മുടെ ബൂന്തി വേറൊരു പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വെച്ചിട്ട് ഞാനിവിടെ റെഡിയാക്കുന്നുണ്ട്. ബൂന്തി ഇങ്ങനെ നമ്മളൊരു തവി വെച്ചിട്ട് ഒരു നെറ്റ് തവി വെച്ചിട്ട് നമുക്ക് അതിലിട്ട് ജസ്റ്റ് അങ്ങനെ പരത്തി കൊടുത്താൽ ബൂന്തി ഓരോരോ ബോളുകളായിട്ട് കിട്ടും നമുക്ക്. പിന്നെ ചിലർ പിന്നെ ഇതുകൊണ്ടും ഉണ്ടാക്കാറുണ്ട് കേട്ടോ, ചെറിയ ബോളുകളാക്കിയിട്ട് പൊടി കൊണ്ടും ഉണ്ടാക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അതിലേറെ കൂടെ കുറച്ച് സിമ്പിൾ ഇതാണ് എന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ബൂന്തി റെഡിയായി. അപ്പോൾ ബൂന്തി ഇനി കോരി മാറ്റണം. അപ്പം പിന്നെ ഇനി ഞാൻ കോരി മാറ്റി. ഇനി എൻ്റെ മോനാണ് പിന്നെ നമ്മുടെ അച്ച് തിരിക്കുന്നത്, കാരണം എൻ്റെ കൈ വേദനയുള്ളത് നൂലപ്പം എപ്പോഴും അവൻ തന്നെയാണ് തിരിക്കാറ്. അപ്പോൾ അവനെ കൊണ്ട് തിരിപ്പിച്ചു. അപ്പോൾ അവനെ അതിലേക്ക് ചട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ നുറുക്കിന്. അപ്പോൾ എല്ലാം റെഡിയായി. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനിവിടെ കാശ്മീരി മുളക് പൊടി, പിന്നെ നമ്മുടെ കായപ്പൊടി നല്ലൊരു വാസനക്കും ടേസ്റ്റിനും പിന്നെ നല്ല വ്യത്യാസം തന്നെയുണ്ട്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ചൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് തന്നെ പിന്നെ കാശ്മീരി മുളക് പൊടി എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ അടിപൊളിയായി വന്നിട്ടുണ്ട്, നല്ല കളർഫുള്ളാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ മായത്ത് നല്ല ടേസ്റ്റാണ്. താങ്ക് യു.